കാര്യം പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ പറയുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. എല്ലാ സെൻറ്റൻസുകളും നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള വാക്കുകൾ, നിനക്കൊരു കാര്യം അറിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോട്ടോ. കാരണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള വാക്കുകളിലാണ്. സോ ഞാനൊരു കാര്യം പറയട്ടെ എന്നെങ്ങനെയാണ് പറയുക? ലെറ്റ് മീ സേ വൺ തിങ്. ലെറ്റ് മീ സേ വൺ തിങ്. ഞാനൊരു കാര്യം പറയട്ടെ. ലെറ്റ് മീ സേ വൺ തിങ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വൺ മോർ തിങ് ടു സേ. എങ്ങനെയാ പറയുക? വൺ മോർ തിങ് ടു സേ. ഒരു കാര്യം കൂടെ എന്താന്ന് പറയുന്ന വെച്ചാൽ എന്ന് പറയാനാണ്. നമ്മൾ പറയില്ലേ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയൂല. സോ വൺ മോർ തിങ് ടു സേ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഏറ്റവും വലിയൊരു സെൻറ്റൻസ് ആണ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? എങ്ങനെ ചോദിക്കുക? അത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്തേ. ഇതുപോലെയുള്ള സിമ്പിൾ സെൻറ്റൻസുകൾ പഠിച്ചു വച്ചാൽ മാത്രമാണ് ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ വാക്കുകൾ പിറക്കി പറയില്ലേ, അതുപോലെ ഇരിക്കും കേട്ടോ. അതല്ല, ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട്, സിമ്പിളായിട്ട്, ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ബസ്സിൻ്റെ പുതിയ ബാച്ച് നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം.